സ്റ്റീഫൻ വരികയാണ്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് ഖുറേഷി എബ്രഹാമിനെ ആണെങ്കിലും സ്റ്റീഫന്റെ വരവ് ഒരു ഒന്നൊന്നര വരവായിരിക്കുമെന്ന് പറയാൻ കഴിയും. കാരണം സ്റ്റീഫൻ അബ്രഹാം ഖുറേഷിയെക്കാളും ഒന്നുകൂടി ഗംഭീരമായിരിക്കും. കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് വിട്ടേക്ക്, പക്ഷേ എതിർക്കാനാണ് ഭാവമെങ്കിൽ സ്റ്റീഫ, നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ PK രാംദാസ് ഇല്ല എന്ന് ബോബി ഭീഷണിപ്പെടുത്തുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്ന് സ്റ്റീഫൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. FDFS കണ്ടപ്പോൾ ആ ഒരു സീൻ അവസാനിക്കാൻ സ്റ്റീഫൻ പറഞ്ഞ ഒരു പഞ്ച് ഡയലോഗായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാൽ സിനിമ കണ്ട് തീർത്തപ്പോഴാണ് സ്റ്റീഫൻ ബോബിക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പിന്റെ ആഴവും പരപ്പും മനസ്സിലാകുന്നത്. റിപ്പീറ്റ് വാച്ചിൽ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ സ്റ്റീഫൻ എന്തോ നേരം പോക്ക് പറഞ്ഞു എന്ന മട്ടിൽ ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ബോബിയെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. എന്നാൽ നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്ന് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന മഹേഷ വർമ്മയെ കാണാം. സ്റ്റീഫന്റെ വേരുകൾ അയാൾ ആരാണെന്നും അറിയാവുന്ന ആൾ. ഓരോ തവണ കാണുമ്പോഴും ലെയറുകൾ കൂടുന്ന പുസ്തകം പോലുള്ള ഒരു അത്ഭുത സൃഷ്ടിയാണ് ലൂസിഫർ. അതിൽ തന്നെ സ്റ്റീഫനെ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞു. എന്നാൽ അവസാനിക്കാറാകുമ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നത് ഖുറേഷി എബ്രഹാമാണ്. ഖുറേഷിയെ കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയാണ് എമ്പുരാനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ അവിടെയും സ്റ്റീഫന്റെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പ്രകടനമുണ്ടാകും എന്നതാണ് ഇന്നേ ദിവസം നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ PK രാംദാസ് തന്നെയാണ്. PK രാംദാസ് തന്നെയാണോ സ്റ്റീഫന്റെ അച്ഛൻ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അച്ഛൻ തന്നെ ആകുമോ? എന്നാൽ നമ്മൾ കരുതുന്ന ആ അച്ഛൻ തന്നെ പറയുന്നു സ്റ്റീഫൻ ഈസ് കമ്മിങ്. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് തുടരുകയാണ്. സിനിമയിലെ 16ാമത്തെ ക്യാരക്ടർ പോസ്റ്ററും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. സച്ചിൻ ഖദേക്കർ അവതരിപ്പിക്കുന്ന PK രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് എമ്പുരാൻ ടീം പുറത്തുവിട്ടിരിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമയിലെ ഏറെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു PK രാംദാസ് എന്ന PKR. PK രാംദാസ് എന്ന വൻമരം വീണു എന്ന് ലൂസിഫറിൽ പറയുമ്പോൾ എമ്പുരാനിലും ആ വൻമരം വീണിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹവും ഇതിലെത്തുകയാണ്. ഇതിലാണെങ്കിൽ മോഹൻലാലിനൊപ്പമുള്ള സീനുകളുമുണ്ട്. സ്റ്റീഫനും PK രാംദാസും ഒരുമിച്ചുള്ള സീനുകൾ വരാൻ പോകുന്നു. ലൂസിഫർ എന്ന സിനിമയിൽ തനിക്ക് ലഭിച്ച ഏറെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് സച്ചിൻ ഖദേക്കർ ഓർമ്മിക്കുന്നു. യാത്രകൾക്കിടയിലും ഭക്ഷണം കഴിക്കുന്ന വേളകളിലും മലയാളികൾ തന്നെ PKR എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. രണ്ടാം ഭാഗത്തിൽ ആദ്യ ഭാഗത്തേക്കാളും സ്ക്രീൻ ടൈം കുറവാണ്. എന്നാൽ PKRന്റെ സാന്നിധ്യം സിനിമയിൽ ഉടനീളമുണ്ടാകും. അതുപോലെ ലാൽ സാറിനൊപ്പം സിനിമയിലെ നിർണായക നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന രംഗങ്ങളിലുമുണ്ടെന്ന് നടൻ പറയുന്നു. അതാണ് അത്ഭുതത്തോടെ പ്രേക്ഷകർ കാണുന്നത്. അതിനൊപ്പം സച്ചിൻ ഖദേക്കർ പറയുന്നു സ്റ്റീഫൻ ഈസ് കമ്മിങ് എന്ന്. അതെ, സ്റ്റീഫൻ വരികയാണ്. ഒരു നിർണായക വേഷത്തിൽ സ്റ്റീഫൻ ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ വേണ്ടി എത്തുന്നു. ഇല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഖുറേഷിയിൽ നിന്നും സ്റ്റീഫനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന മോഹൻലാലിനെ നമുക്ക് ഗംഭീരമായി ചിത്രത്തിൽ കാണാൻ കഴിയും. ലൂസിഫറിൽ കണ്ട ഈ ആഴവും പരപ്പുമൊക്കെ നമുക്ക് എമ്പുരാനിൽ കാണാം. 2025 മാർച്ച് 27 ലോകം എമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുന്നു. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായാണ് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ PKRും സ്റ്റീഫനുമായിട്ടുള്ള സീനുകളൊക്കെ ഇങ്ങനെ വന്നു പോകും.